Downloading CPAN modules-ന്റെ സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമുക്ക് ആവശ്യമായ CPAN modules ഉബുണ്ടു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നിവയിൽ നിന്നും എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് പഠിക്കാം. ഈ ട്യൂട്ടോറിയൽ രേഖപ്പെടുത്താൻ ഞാൻ ഉബുണ്ടു ലിനക്സ് 12.04 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് 7, Perl 5.14.2 and gedit ടെക്സ്റ്റ് എഡിറ്റർ എന്നിവയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഉചിതമായ ഏതെങ്കിലും ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിക്കാം. ഈ ട്യൂട്ടോറിയൽ മനസ്സിലാക്കുന്നതിന് Perl പ്രോഗ്രാമിംഗിൽ നിങ്ങൾക്ക് പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ സ്പോക്കൺ ട്യൂട്ടോറിയൽ വെബ്സൈറ്റിലെ Perl സ്പോക്കൺ ട്യൂട്ടോറിയലിലെ പ്രസക്തമായ ഭാഗം നോക്കണം. ആദ്യം നമുക്ക് ഉബുണ്ടു ലിനക്സ് OSൽ CPAN modules എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് പഠിക്കാം. ടെർമിനലിലേക്ക് മാറുക. sudo space cpan എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് എന്റർ അമർത്തുക. ആവശ്യമെങ്കിൽ പാസ്വേഡ് നൽകുക. നിങ്ങളുടെ സിസ്റ്റത്തിൽ CPAN ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടും. ദയവായി ഓരോ ഘട്ടങ്ങൾ പ്രൊസീഡ് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചിരിക്കണം. CPANലേക്ക് പ്രോംപ്റ്റ് ചേഞ്ചസ് കാണാവുന്നതാണ്. ഉദാഹരണത്തിന് എനിക്കൊരു CSV ഫയലിൽ നിന്ന് കുറച്ച് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത് Perl പ്രോഗ്രാമിൽ ഉപയോഗിക്കണം. ഇതിനായി text::CSV മോഡ്യൂൾ ഉപയോഗിക്കും. ഉപയോഗിക്കുന്നതിന് മുൻപായി text::CSV മോഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യുക. ടെർമിനലിലേക്ക് മാറുക. ടൈപ്പ് install text::CSV എന്നിട്ട് എന്റർ പ്രസ് ചെയ്യുക. ഈ മോഡ്യൂളിന്റെ അനുബന്ധ പാക്കേജ് ഇൻസ്റ്റാൾ ആവുന്നത് നമുക്ക് കാണാം. നിങ്ങളുടെ ഇന്റർനെറ്റ് സ്പീഡിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്റ്റലേഷൻ കുറച്ച് സമയമെടുക്കും. മോഡ്യൂൾ വിജയകരമായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാം. CPANൽ നിന്ന് പുറത്തു കടക്കാൻ Q കീ അമർത്തുക. ടൈപ്പ് installmoddsh എന്നിട്ട് എന്റർ പ്രസ് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത മോഡ്യൂളുകളെ ലിസ്റ്റ് ചെയ്യാൻ L എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് text::CSV എന്ന് കാണാം. അതായത് മോഡ്യൂൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയി. പുറത്തു കടക്കാൻ Q എന്ന് ടൈപ്പ് ചെയ്യുക. ഞാൻ ഇതിനകം സേവ് ചെയ്തിട്ടുള്ള candidates.csv ഇപ്പോൾ ഞാൻ തുറക്കാം. ടൈപ്പ് gedit candidates.csv എന്നിട്ട് എന്റർ പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് കാൻഡിഡേറ്റിന്റെ പേര്, പ്രായം, ജെൻഡർ, ഇമെയിൽ വിശദാംശങ്ങൾ എന്നിവ കോമയിൽ സെപ്പറേറ്റഡ് ചെയ്യപ്പെട്ട് കാണാം. ഈ മോഡ്യൂൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ Perl പ്രോഗ്രാം അടങ്ങിയ csvtest.pl ഫയൽ ഞാൻ ഇപ്പോൾ തുറക്കാം. ഈ പ്രോഗ്രാം CSV ഫയലിൽ സൂക്ഷിച്ചിരിക്കുന്ന നെയിം ഫീൽഡ് വാല്യൂസ് എക്സ്ട്രാക്ട് ചെയ്യും. യൂസ് സ്റ്റേറ്റ്മെന്റ് text::CSV മോഡ്യൂൾ ലോഡ് ചെയ്യുന്നു. candidates.csv ഫയലിലെ ലോക്കൽ വേരിയബിൾ $ഫയലിലേക്ക് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റേറ്റ്മെന്റ് റീഡ് മോഡിൽ ഫയൽ തുറക്കും. text::CSV ക്ലാസ് ആണ്. കൂടാതെ കൺസ്ട്രക്ടറിനെ ന്യൂ എന്ന് വിളിച്ച് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഈ വരി ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു കോമ ഉപയോഗിച്ചാണ്. ഇവിടെ getLine മെത്തോഡ് ഉപയോഗിച്ച് while ലൂപ്പ് വരി വരിയായി ഡാറ്റ ഫെച്ച് ചെയ്യും. getLine മെത്തോഡ് റെഫറൻസിനെ arrayയിലേക്ക് റിട്ടേൺ ചെയ്യും. നമുക്ക് വാല്യൂസ് ഫെച്ച് ചെയ്യാൻ ഡീറഫറൻസ് ആവശ്യമാണ്. CSV ഫയലിൽ 0യുടെ ഇൻഡെക്സ് പ്രതിനിധാനം ചെയ്യുന്നത് നെയിം ഫീൽഡിനെയാണ്. പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് CSV ഫയലിൽ നിന്നും പേരുകൾ പ്രിന്റ് ചെയ്യുന്നു. ഇപ്പോൾ ഫയൽ സേവ് ചെയ്യാൻ Ctrl+S അമർത്തുക. നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. ടെർമിനലിലേക്ക് തിരികെ സ്വിച്ച് ചെയ്യുക. എന്നിട്ട് Perl csvtest.pl എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക. ഇവിടെ നെയിം ഫീൽഡ് ഔട്ട്പുട്ടായി കാണാം. അടുത്തതായി നമുക്ക് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ CPAN മോഡ്യൂൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. Perl ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ppm, that is Perl പാക്കേജ് മോഡ്യൂൾ ഓട്ടോമാറ്റിക്കായി ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നു. ppm ഉപയോഗിക്കുന്നതിന് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇന്റർനെറ്റിലേക്ക് ബന്ധിപ്പിച്ചിരിക്കണം. ഈ യൂട്ടിലിറ്റി ഉപയോഗിച്ച് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ആവശ്യമായ മോഡ്യൂൾ സെർച്ച്, ഇൻസ്റ്റാൾ, റിമൂവ്, അപ്ഗ്രേഡ് എന്നിവ ചെയ്യാം.
ഇപ്പോൾ നമുക്ക് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമിൽ കമാൻഡ് വിൻഡോ തുറക്കാം. കമാൻഡ് വിൻഡോ തുറക്കുന്നതിനായി സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സിഎംഡി എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക. നമ്മുടെ വിൻഡോസ് OS മെഷീനിൽ Perl ഇൻസ്റ്റാൾ ആയോ എന്നറിയാൻ വേണ്ടി Perl-v എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്ത Perl വേർഷൻ നമ്പർ നിങ്ങൾക്കിപ്പോൾ കാണാം. Perl ഇൻസ്റ്റാൾ ആയിട്ടില്ലെങ്കിൽ ഈ വെബ്സൈറ്റിൽ Perl ഇൻസ്റ്റലേഷൻ ട്യൂട്ടോറിയൽ റെഫർ ചെയ്യുക. ഇത് എങ്ങനെ വിൻഡോ OSൽ Perl ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരും. DOS പ്രോംപ്റ്റിൽ ppm install text:/csv എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എന്റർ പ്രസ് ചെയ്യുക. ദയവായി ശ്രദ്ധിക്കുക, മൊഡ്യൂൾ പേരുകൾ കേസ് സെൻസിറ്റീവ് ആണ്. ഇൻസ്റ്റലേഷൻ പ്രക്രിയ ആരംഭിച്ചതായി കാണാം. ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കുന്നതുവരെ കാത്തിരിക്കുക. നിലവിലുള്ള വർക്കിംഗ് ഡയറക്ടറിയിലേക്ക് candidates.csv and csvtest.pl എന്നീ ഫയലുകൾ ഞാൻ പകർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് Perl പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. കമാൻഡ് വിൻഡോയിൽ Perl csvtest.pl എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എന്റർ അമർത്തുക. ഇവിടെ ഔട്ട്പുട്ട് കിട്ടും. ഇത് നമ്മെ ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിക്കുന്നു. നമുക്ക് സംഗ്രഹിക്കാം. ഈ ട്യൂട്ടോറിയലിൽ നമുക്ക് ആവശ്യമായ CPAN മോഡ്യൂൾസ് ലിനക്സ് ആൻഡ് വിൻഡോസിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. ഇതാ നിങ്ങൾക്കൊരു അസൈൻമെന്റ്. date::calc മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. മൊഡ്യൂൾ തിരയുന്നതിനായി തന്നിരിക്കുന്ന വെബ്സൈറ്റ് ഉപയോഗപ്പെടുത്തുക. താഴെയുള്ള ലിങ്കിലെ വീഡിയോ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിനെ സംഗ്രഹിക്കുന്നു. ദയവായി ഡൗൺലോഡ് ചെയ്ത് കാണുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം സ്പോക്കൺ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റുകൾ പാസ്സായാൽ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ഞങ്ങൾക്ക് എഴുതുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റിനു വേണ്ടി ധനസഹായം നൽകുന്നത് NMEICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവരാണ്. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ലിങ്കിൽ ലഭ്യമാണ്. ഇത് പ്രജുന വത്സലൻ. കണ്ടതിനു നന്ദി.